തുടങ്ങാം. തിരുമേനി കയറിയിട്ടുണ്ടല്ലോ. തിരുമേനി പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. Thank you. പ്രാർത്ഥിക്കാം. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വാഴ്ത്തപ്പെട്ടവൻ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ പാപികളാന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമേ, നിന്റെ ഭൂയിലും ആകണമേ, തരണമേ, ക്ഷമിച്ച പോലെ ക്ഷമിക്കണമേ. പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷകൊള്ളണമേ. സ്നേഹിതനാവുന്നുവാമേയും കൃപ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. എത്രയും ബ്രാൻഡ് അമ്മേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും അടുത്തതായി നമുക്ക് ഒരു പാട്ടോട് കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പാട്ട് പാടുന്നത് രേണു റോയി, യൂണിറ്റ് സെക്രട്ടറി, സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച്, ഓർലാൻഡോ. ചേച്ചി. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. താങ്ക് യു. അടുത്തത് ബൈബിൾ റീഡിംഗ്. അനു ഗി വർഗീസ്, യൂണിറ്റ് സെക്രട്ടറി, സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്, സൗത്ത് ഫ്ലോറിഡ. Thank you, Chichi. Gospel reading taken from 2 Corinthians chapter 3 verses 1 to 12.
Do we begin again to commend ourselves, or do we need, as some others, epistles of commendation to you or letters of commendation from you? You are epistles written in our heart, known and read by all men. Clearly, you are epistles of the Christ, ministered by us, written not with the ink, but the Spirit of the living God, not on the tablet of stone, but on the tablet of flesh, that is, of the heart. And we have such trust through Christ towards God. Not that we are sufficient of ourselves to think of anything as being from ourselves, but our sufficiency is from God, who also made us sufficient as ministers of new covenant, not of the letters, but of the Spirit. For the letters kills, but the Spirit gives life. But if the ministry of death, written and engraved on stone, was glorious, so the children of Israel could not look steadily at the face of Moses because of the glory of the countenance, which glory was passing away. How will the ministry of the Spirit not be more glorious? For if the ministry of the condemnation had glory, the ministry of righteousness exceeds much more in glory. For even what was made glorious had no glory in this respect, because of the glory that excels. For if what is passing away are glorious, what remains is much more glorious. Therefore, since we have such hope, we use great boldness of speech. Barakimor. അടുത്ത വെൽക്കം അഡ്രസ് ആണ് സിനി ജോർജ് റീജിയണൽ സെക്രട്ടറി ആദ്യമായി സ്വാഗതം ചെയ്യുന്ന അഭിമന്യ തിരുമേനി ഡോക്ടർ തോമസ് മാർ യുവാനിയോസ്, ആദരണീയായ വൈദിക ശ്രേഷ്ഠർ, മർത്തമറി സമാജത്തിന്റെ ഭാരവാഹികൾ, മർത്തമാതി സമാജത്തിന്റെ മെമ്പേഴ്സ്, എല്ലാവരെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് മാർ യുവാനിയോസ് തിരുമേനിയാണ്. ക്ഷണം സ്വീകരിച്ച് തിരക്കിലായിരുന്നിട്ടും തിരുമേനി ഇന്നത്തെ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. തിരുമേനിയെ എത്രയും ആദരവോടെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് റെവറൻഡ് ഫാദർ ഫിലിപ്പ് ശങ്കർത്തൽ കോറെപ്പിസ്കോപ്പാണ്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയുടെ വികാരിയാണ്. ഇൻ പേഴ്സൺ കോൺഫറൻസിലും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കോറെപ്പിസ്കോപ്പായി ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത റെവറൻഡ് ഫാദർ ജോർജ് പൗലോസ് കോറെപ്പിസ്കോപ്പാണ്. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് താമ്പായുടെ വികാരി അച്ഛനാണ്. MMESന്റെ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ നല്ല സപ്പോർട്ട് നടത്തുന്നുണ്ട്. കോറെപ്പിസ്കോപ്പായി ഇന്നത്തെ കോൺഫറൻസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത റെവറൻഡ് ഫാദർ ജോർജ് ജോൺ അച്ഛനാണ്. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് സൗത്ത് ഫ്ലോറിഡയുടെ വികാരിയാണ്. MMESന്റെ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ പേഴ്സൺ കോൺഫറൻസിലും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അച്ഛനെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് റെവറൻഡ് ഫാദർ ബിന്നി കുരുവിള അച്ഛനാണ്. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ജാക്സൺ വില്ലിന്റെ വികാരി അച്ഛനാണ്. MMESന്റെ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ നല്ല സപ്പോർട്ട് നടത്തുന്നുണ്ട്. ഇൻ പേഴ്സൺ കോൺഫറൻസിലും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അച്ഛനെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് റെവറൻഡ് ഫാദർ ജോർജ് ഡാനിയൽ അച്ഛനാണ്. കഴിഞ്ഞ 2 വർഷമായി MMES ഫ്ലോറിഡ റീജിയന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. 2 വർഷം അച്ഛൻ അറ്റ്ലാന്റയിൽ നിന്ന് വന്ന് കോൺഫറൻസ് നടത്തി സ്മൂത്തായിട്ട് കോൺഫറൻസ് നടത്താൻ കഴിഞ്ഞു. അച്ഛനെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് റെവറൻഡ് ഫാദർ സിറൽ ഡേവിഡ് ആണ്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഓർലാൻഡോയുടെ വികാരിയാണ്. MMESന്റെ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ പേഴ്സൺ കോൺഫറൻസിലും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അച്ഛനെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് റെവറൻഡ് ഫാദർ റെനിൻ ചെറിയാൻ അച്ഛനാണ്. സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് ഓർലാൻഡോയുടെ വികാരിയാണ്. MMESന്റെ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നു. അച്ഛനെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് റെവറൻഡ് ഫാദർ RG ജോൺ, ഫ്ലോറിഡ റീജിയന്റെ പുതിയ അച്ഛനാണ്. സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് സൗത്ത് ഫ്ലോറിഡയുടെ വികാരിയായിട്ട് അച്ഛൻ ഈയിടെയാണ് ചാർജ് എടുത്തത്. അച്ഛൻ ഡീറ്റെയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അച്ഛനെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി MMESന്റെ യൂണിറ്റ് സെക്രട്ടറീസ്, ജോയിന്റ് സെക്രട്ടറീസ്, ട്രഷറേഴ്സ് എല്ലാവരെയും എല്ലാ പള്ളികളിൽ നിന്നും ജോയിൻ ചെയ്ത എല്ലാ MMESന്റെ മെമ്പേഴ്സിനെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അടുത്തത് പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. ഹിസ് ഗ്രേസ് ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ്. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പ് അച്ഛന്മാരെ, മർത്തോമാ സമാജത്തിന്റെ ഫ്ലോറിഡ റീജിയൻ സെക്രട്ടറി, റീജിയണൽ പാരിഷ്
സെക്രട്ടറിമാർ, റീജിയണൽ സെക്രട്ടറിമാർ, എല്ലാ പ്രിയ അമ്മമാര്, എനിക്കറിയാം ഇപ്പോൾ 9 മണി എന്നൊക്കെ വെച്ചത് അമ്മമാർ ജോലിയിൽ നിന്നൊക്കെ വന്നിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഒക്കെ വേണമല്ലോ ഇതിലൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. അതുകൊണ്ടായിരിക്കും ഇച്ചിരി നിങ്ങളുടെ 9 മണി തൊട്ട് 10 മണി എന്നൊക്കെ ആക്കിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ നല്ല മനസ്സിനെയും സ്നേഹത്തെയും കരുതലിനെയും വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളെയും എല്ലാം പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. അതിൻ്റെ നടുവിലും സഭയുടെ ഭദ്രാസനത്തിൻ്റെ ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ നല്ല മനസ്സിനെ ഹൃദയപൂർവ്വം ഓർക്കുന്നു, പ്രാർത്ഥനയോട് ഓർക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിട്ട് പോട്ടെ, മുന്നോട്ട് നടക്കുവാൻ തക്കവണ്ണം കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. മറന്നു പോകുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഓർപ്പിക്കുകയാണ്, 2026 ഒക്ടോബർ 8 to 10 നമ്മുടെ മർത്തോർസമായത്തിൻ്റെ ഡയസിഷൻ കോൺഫറൻസ് ആണ് ലോസ് ആഞ്ചലസിൽ വെച്ച്. നേരത്തെ തന്നെ എല്ലാവരും ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കണം, അതിനുവേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് എല്ലാവരും സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നമ്മുടെ അനു വായിച്ചപ്പോഴത്തേക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം വി ആർ ദ ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. വി ആർ ദ ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് എൻ്റെ ആക്ച്വലി ദ തീം ഓഫ് ദിസ് മീറ്റിംഗ് ഈസ് വി ആർ ദ ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ് അല്ലേ. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് വാട്ട്സ് ഓൺ ദ വേൾഡ് ഓഫ് മീഡിയ. ഈ മീഡിയയുടെ ഒരു വേൾഡിൽ നമ്മൾ ജീവിക്കുക. എല്ലായിടത്തുനിന്നും മീഡിയ ഹു ഈസ് കൺട്രോളിങ് എസ്. ഗോഡും അല്ല വീടും അല്ല, മീഡിയ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കണ്ടോ, നമ്മൾ നേരത്തെ പറയുന്ന ട്രസ്റ്റ് ഇൻ ഗാഡ്. പക്ഷെ ഇന്ന് ട്രസ്റ്റ് ഇൻ ഗോഡ് എന്നതിനേക്കാൾ അധികമായിട്ട് ട്രസ്റ്റ് ഇൻ മീഡിയ. കാരണം അവരെ നമ്മുടെ കംപ്ലീറ്റ് എന്ത് പറയുന്നോ അതെല്ലാം നമ്മൾ ട്രസ്റ്റ് ചെയ്ത് പോകുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഇതിന് മറുവശത്ത് ക്രിസ്ത്യൻ വി ആർ ദ ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി നാം തീരുക. അതാണ് നമ്മുടെ ജീവിത ഉദ്ദേശവും. അതുകൊണ്ട് ഈ ആഴ്ച പ്രത്യേകമായിട്ട് ഇതിന് വലിയ പ്രസക്തിയുണ്ട്. എലിസബത്ത് ആൻഡ് മേരി, ദേ ആർ ദ ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ക്രിസ്തുവിന് സാക്ഷ്യമുള്ളവരായി ജീവിച്ച 2 അമ്മമാരുടെ ഓർമ്മ ദിനങ്ങൾ, അല്ലെ അവരുടെ കൂടിവരവിൻ്റെ ദിവസങ്ങൾ കൂടിയാണ് ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് കൊണ്ടാടുന്നത്. പ്രിയ അമ്മമാരോട്, സഹോദരിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ദ വേൾഡ് ഓഫ് ഗോസിപ്പ് നോട്ട് ദ ഗോസിപ്പ്. ഗോസ്പലിൻ്റെ വേൾഡിലല്ല, ഗോസിപ്പിൻ്റെ വേൾഡിൽ നമ്മൾ ജീവിക്കും. മീഡിയ ഒത്തിരി നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മറുവശത്ത് ആസ് എ ക്രിസ്ത്യൻ, ആസ് എ സ്പിരിച്വൽ പേഴ്സൺ, we have to be like the letters of Christ. ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി നമുക്കൊക്കെ ജീവിക്കാൻ കൊണ്ട് സാധിക്കണം. ത്രൂ അവർ വേർഡ്സ്, ഡീഡ്സ് ആൻഡ് ആക്ഷൻ. നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ ആ ഒരു സാന്നിധ്യം കൊടുക്കാൻ കൊണ്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഇതൊക്കെ ഈ ശുശ്രൂഷകളൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നത്. കാരണം നൗ ഡേയ്സ് the world, the people are really going through hard time in their life, one or another way. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല, എല്ലാവരും ഒന്നും ഷെയർ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ ഇൻഡിവിജ്വലി when we are talking to the people, we know that how they are living in this world. എല്ലാം ഉണ്ട്. അതിൻ്റെ നടുവിലും പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ we are the letters. That means good news, the gospel, people of gospel. People of gospel is the people of hope. പ്രത്യാശയുടെ മനുഷ്യരായി, പ്രത്യാശയെ കൈമാറുന്ന സുവിശേഷ വാഹകരായി തീരുവാൻ സാധിക്കുക. എലിസബത്തും മേരിയും കൂടി 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. ഒന്ന്, ദേ ആർ പ്രൈസിങ് ഗാഡ്. അവിടെ പ്രത്യാശയുണ്ട്. പ്രൈസിങ് ഗോഡ്, ദർ ഈസ് പ്രത്യാശ, ദർ ഈസ് ഹോപ്പ്. പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ചു വരുമ്പോൾ കൂടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ നടുവിൽ പ്രത്യാശ ഉണ്ടാകും. ദേ ആർ ഷെയറിങ് ദെയർ ജോയ് ആൻഡ് സോറോ. അവിടെ ഒരു വലിയ അനുഭവം അതായിരുന്നു. കൂടിവരവിൻ്റെ ഒക്കെ ഉദ്ദേശം അതാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എലിസബത്തും മേരിയും അവരുടെ പ്രയാസങ്ങളെ പങ്കുവെക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ പരസ്പരം അഭിനന്ദിക്കുവാനുമുള്ള, കരുതുവാനുമുള്ള നല്ല നിമിഷങ്ങളൊക്കെ അവരതിനെ രൂപാന്തരപ്പെടുത്തിയായിരുന്നു. തീർച്ചയായിട്ടും അനുവായിച്ചതുപോലെ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകട്ടെ. വി ആർ ദ ലെറ്റേഴ്സ്. ഐ ആം ദ ലെറ്റർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പത്രമാണ് ഞാൻ. വേദപുസ്തകം വായിക്കാൻ മറ്റുള്ളവർ കൊടുക്കുന്നതിലല്ല, എന്നിലൂടെ വേദപുസ്തകം മറ്റുള്ളവർ വായിക്കണം. എന്നെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണണം. എന്നിലൂടെ വേദപുസ്തകം അവർ വായിക്കപ്പെടണം. എങ്കിലേ എൻ്റെ ജീവിതം ക്രിസ്തീയ ജീവിതമായി മാറുകയുള്ളൂ. ആ ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ഓർമ്മ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും അപ്രകാരം ജീവിപ്പാൻ ഈ ക്രിസ്മസ് നാളിൽ ക്രിസ്തു ഉള്ളിലേക്ക് ജനിക്കുമ്പോൾ ആ ഒരു വലിയ അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി രൂപാന്തരപ്പെട്ട്, എനിക്കറിയാം സൂസൻ മെസ്സേജ് തരാൻ റെഡിയായിട്ടുണ്ട്. സൂസൻ്റെ മെസ്സേജിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാ അമ്മമാരോടും സഹോദരിമാരോടും സ്നേഹം അറിയിക്കുന്നു. നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബെന്നിയച്ചൻ, ജോർജ് അച്ഛനാണ് വൈസ് പ്രസിഡന്റ്. കോർപ്പിസ്കോപ്പ അച്ഛന്മാരും എല്ലാം ഇതിനകത്തുണ്ട്.
എല്ലാവരോടും പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഈ ചെറിയ ഈ കൂട്ടായ്മ നിങ്ങളുടെ കൂടിയതിൽ അവർക്ക് ഒരു വലിയ എൻകറേജ്മെന്റ് ആണ്. അമ്മമാർക്കും മകന്മാർക്കും ഒരു എൻകറേജ്മെന്റ് ആണ് തീർച്ചയായിട്ടും. നേതൃത്വത്തെ കൃത്യമായിട്ട് ഓർക്കുന്നു. എല്ലാവരോടും നേതൃത്വം നൽകുന്ന സിനിയോടും മറ്റെല്ലാ മെമ്പേഴ്സിനോടും റീജിയൽ സെക്രട്ടറിമാരോടും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോകട്ടെ. മറന്നു പോകരുത്, October 8 to 10 അത് നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കണം. എല്ലാവരും അതിൽ പങ്കാളികളാകണം. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ. താങ്ക് യു തിരുമേനി. അടുത്ത പ്രസിഡൻഷ്യൽ അഡ്രസ് റെവറൻഡ് ഫാദർ ജോർജ് ഡാനിയൽ, വൈസ് പ്രസിഡന്റ് ഫ്ലോറിഡ റീജിയൻ. പിന്നെ തിരുമേനി, റീജിയണൽ സെക്രട്ടറി, അതുപോലെ തന്നെ ശ്രേഷ്ഠ വൈദികരെ, യൂണിയൻ സെക്രട്ടറിമാര് വന്ന് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്ന അഭിനന്ദ തിരുമേനി. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പ്രത്യേകിച്ചായിട്ട് പറയാനായിട്ടില്ല. നമ്മളെല്ലാവരും സ്പീച്ചിന് വേണ്ടി, ഡിവോഷണൽ ട്രസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം നമ്മെ വരെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഫെലിസിറ്റേഷൻ റെവറൻഡ് ഫിലിപ്പ് ശങ്കരത്തിൽ കോർപ്പിസ്കോപ്പ. കയറിയിട്ടുണ്ടോ? അഭിനന്ദനി, ബഹുമാനപ്പെട്ട വൈദ്യ സഹോദരികളിൽ മര്യതികട്ടുഴലും പൊഴുതിൽ കരമേറ്റിമുതാ കൈവേകണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത റെവറൻഡ് ഫാദർ ജോർജ് പൗലോസ് കോർപ്പിസ്കോപ്പ. പിന്നെ തിരുമേനി വന്ന വൈദികരെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. ഈ മീറ്റിംഗിൽ ചെയ്യുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സമാജത്തിൻ്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ നേരുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു അച്ഛാ. റെവറൻഡ് ഫാദർ ജോർജ് ജോൺ അച്ഛൻ. റെവറൻഡ് ഫാദർ ജോർജ് ജോൺ. ാക്കാൻ പറ്റുന്നുണ്ടോ അച്ഛൻ? കേക്കാം അച്ഛൻ. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയരെ, സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ വർഷങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. സിനിയുടെ നേതൃത്വം വളരെ നല്ലതായിരുന്നു. അഭിനന്ദനം അറിയിക്കുന്നു. പുതിയ വർഷത്തിലെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സമാജത്തിന് ലഭിക്കട്ടെ. താങ്ക് യു അച്ഛാ. റെവറൻഡ് ഫാദർ ബെന്നി കുരുള. അഭിവന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, സിനി എല്ലാ പ്രവർത്തകരുമേ, വളരെ സന്തോഷം ഉണ്ട് ഈ വർഷത്തെ പ്രവർത്തനങ്ങളോടൊപ്പം ഒക്കെ ചേരുവാൻ തക്കവണ്ണം വളരെ ഭംഗിയായിട്ട് ഈ വർഷം പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇതിൻ്റെ പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഇതിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ആശംസകൾ മുന്നമേ നേരുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. റെവറൻഡ് ഫാദർ സിറിൽ ഡേവിഡ്. കയറിയിട്ടുണ്ടോ? കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ലാന്ന് തോന്നുന്നു. റെവറൻഡ് ഫാദർ റെനിൻ ചെറിയാൻ. Your Grace, very Reverend Fathers, dear MMBS leaders, what a great joy it is for us to join this evening on the Zoom platform. Thank you for the invitation and for the organization of this meeting. As Tidimeni and all of our beloved Achans have already said, what a great joy we can reflect back on the past year, how much great work has been going on in the MMBS in the Southeast region. Mainly that is because of the grace of God, but also the hard work that each of you in each of the parishes is doing. So that is a great testimony of your love for Christ. And as we enter into not only this nativity season, but as we begin the start of yet another year, there's a lot of good momentum for us to build upon. And so that is mainly because of the hard work of all of the members from each of the regions. And so I just want to congratulate all of you for the hard work that you do to help sustain the Holy Church. Thank you അച്ഛാ. റെവറൻഡ് ഫാദർ ആർജി ജോർജ്. റെവറൻഡ് ഫാദർ ആർജി ജോർജ് അച്ഛൻ പുതിയ അച്ഛനാണ്. അച്ഛനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണമെന്ന് വിചാരിച്ചു. തിരുമേനി,
വൈദിക ശ്രേഷ്ഠരെ, ഞാനൊരു പ്രസംഗത്തിനൊന്നും അല്ല ഒരുങ്ങി നിൽക്കുന്നത്, എന്നാലും എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യാനും എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയാണ്. എൻ്റെ പേര് RG ജോർജ് അച്ഛൻ. ഞാൻ ഡാളസിൽ നിന്നാണ്. എൻ്റെ വൈഫും ഇവിടെ ഉണ്ട്. ഞങ്ങൾ എൻ്റെ അമ്മയുടെ കൂടെ ഇപ്പം ഇവിടെ താമസിക്കുന്നു. പക്ഷേ എൻ്റെ ഇടവക ഇപ്പം തിരുവേനി റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നിരിക്കുന്നത് സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്, ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഇൻ ഹോളിവുഡ്, ഫ്ലോറിഡ. ഇപ്പം ഏകദേശം 1 മാസം ആവുന്നു, ഓൾമോസ്റ്റ് ആയി വരുന്നു. അവിടെ ഏറ്റെടുത്തിട്ട് ദൈവത്തിൻ്റെ കൃപയാലെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനകം നമ്മുടെ പള്ളിയിൽ നിന്നുള്ള അനു എന്നോട് സൂചിപ്പിച്ചായിരുന്നു മീറ്റിംഗ് ഉണ്ട്, അച്ഛനൊക്കെങ്കിൽ ചേരണം, പങ്കെടുക്കണമെന്ന്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചുരുങ്ങിയ സമയത്തിൽ എന്നെ ക്ഷണിച്ചതും വെൽക്കം ചെയ്തതിനും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. I'm really looking forward to all of the great work that the MMBS has planned for the upcoming year and this meeting, and glory to God for all things. നമ്മളെല്ലാം ഏവരും അയോഗ്യരാണേലും ദൈവത്തിൻ്റെ കൃപയാൽ നടന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. Once again, thank you so much for having me for this meeting. May God bless all of your efforts and all of your hard work for the kingdom of God, for the betterment of His children. God bless you. Thank you. Thank you, Acha. Shini Kurian Lijo, TSWA MMES General Secretary. Glory be to the Father, and to the Son, and to the Holy Spirit. His Grace, Thomas Mar Ivanius Tirmeni, respected co-episcopal Achins, all Achins, regional Achins, regional secretary, unit secretaries, and all the office bearers. Thank you so much for inviting us. Tirmeni has already given a bright start to today's meeting, and I'm so thankful to the Florida region for remembering us as well and calling us for this meeting. On behalf of the core team, I extend our prayers and wishes towards today's meeting. And just as Tirmeni reminded, I would just like to add to what he said. We indeed are the living letters of Christianity as a whole, and we have to exhibit that through our actions, through our lives. And as Tirmeni reminded, it is our annual conference coming up the next year, and I would urge each and everyone who is participating in today's meeting to remember that, and book your calendars much in advance. Spread the word out there to everybody you know, so that everybody, we have a majority of attendance from Florida region for our conference next year, and it is going to be a success only if each one come forward for the conference. And I prayerfully I prayerfully extend our wishes for today's meeting as well. Thank you so much. Thank you, Shini. അടുത്ത എലിസബത്ത് അരകൻ, DSWA MMES Prayer Coordinator. തിരുമേനിക്കും ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും കൊച്ചമ്മമാർക്കും മർത്തോറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാവർക്കും ധ്യാന പ്രസംഗം നടത്തുന്ന സുസൻ ഉമ്മനും കർത്താവിന്റെ നാമത്തിൽ വന്ദനം അർപ്പിക്കുന്നു. ഈ ഒരു വർഷം മുഴുവൻ ഭംഗിയായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം സ്തുതിയും കരയേറ്റുന്നു. അഭിമന്യ തിരുമേനിക്കും വൈസ് പ്രസിഡന്റ് അബിയച്ചനും വൈസ് പ്രസിഡന്റ് ജോർജ് ഡാനിയൽ അച്ഛനും റീജിയണൽ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, റീജിയണൽ സെക്രട്ടറി, ട്രഷറർ, മെമ്പേഴ്സ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയും എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ നോമ്പ് കാലഘട്ടം എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. താങ്ക് യു. താങ്ക് യു ആൻറ്റി. അടുത്തത് മെസ്സേജാണ്. മിസ്സസ് സൂസൻ ഉമ്മനാണ്, സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് ജാക്സൺവില്ലെ. സൂസനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഷൈല മാത്യു, പ്രീവിയസ് റീജിയണൽ സെക്രട്ടറി ഷൈല മാത്യുവിനെ ക്ഷണിക്കുന്നു.
ഹലോ ഹലോ, കേൾക്കാം. വേറെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ശൈല, കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാമോ? ഇല്ല, ഇപ്പൊ കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമ്മുടെ MMESന്റെ ഒരു കോൺഫറൻസിൽ ഫ്ലോറിഡ റീജിയന്റെ ആനുവൽ മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഈ ഒരു അവസരം ഒരുക്കി തന്നതിന് ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ്. ഇന്ന് നമുക്ക് മെസ്സേജ് തരാൻ ഞങ്ങളുടെ ഇടവക സെൻഗിരിഗോറിസ് ഇടവകമാണ് സൂസനാൻറ്റി. ഇപ്പോൾ നേരത്തെ സൂസനാൻറ്റി ചിക്കാഗോയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് അധികം ആയില്ല, 3-4 വർഷമേ ആയുള്ളൂ. എങ്കിലും സൂസനാൻറ്റി ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് മെസ്സേജ് തരാൻ എന്തുകൊണ്ടും എന്നോട് ചോദിച്ചപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന സൂസനാൻറ്റിയുടെയാണ്. കൂടുതലായിട്ട് ദൈവ കൃപയിലും ദൈവത്തിൽ ആശ്രയിച്ചും ഉള്ളൊരു ജീവിതമാണ് സൂസനാൻറ്റിയുടേത്. അവരുടെ ഫാമിലി ലൈഫും അതുപോലെ തന്നെ ഹസ്ബൻഡിന് 2 മക്കളുണ്ട്. മോള് ഡോക്ടറാണ്, മോനെ ഇവിടെ വർക്ക് ചെയ്യുന്നു. ചിക്കാഗോയിൽ നിന്ന് അവരിങ്ങോട്ട് മൂവ് ചെയ്തത്. ഫിസിക്കൽ തെറാപ്പിസ്റ്റാണ് സൂസനാൻറ്റി. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലും അനേകം മെസ്സേജുകളൊക്കെ തരാറുണ്ട്. നമ്മുടെ ഫ്രൈഡേ പ്രെയറിലും അല്ലാതെ മീറ്റിങ്ങിലൊക്കെ സൂസനാൻറ്റി മെസ്സേജ് നമുക്ക് തന്ന ദൈവവചനത്തിൽ പൂർണ്ണമായിട്ട് നമ്മളെ കൊണ്ടുവരുവാൻ, ദൈവകൃപയിൽ എങ്ങനെ വളരണം, അല്ലെങ്കിൽ ബൈബിളിലൂടെ ദൈവവചനം നമ്മൾക്ക് വിളമ്പിത്തരാൻ ഏതവസരത്തിലും സൂസനാൻറ്റിക്ക് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കും അനുഭവിക്കാം. സൂസനാൻറ്റിയെ വളരെ സ്നേഹത്തോടെ എല്ലാ MMESന്റെ നാമത്തിൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് മെസ്സേജ് തരാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ശൈല പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കായിട്ടും ആദ്യമേ ഞാൻ നന്ദി പറയട്ടെ. ദൈവം തമ്പുരാന്റെ കൃപയല്ലാതെ ഒന്നും എന്നെ നടത്തുന്നില്ല. പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ അഭിവന്യ മാഴിബാനിയോസ് തിരുമേനി, ശ്രേഷ്ഠ വൈദികരെ, MMES ഭാരവാഹികളെ, സഹോദരീ സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിലും നമ്മുടെ വിശുദ്ധ മാതാവിന്റെ നാമത്തിലും ഇവിടെ കൂടി വരുവാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എന്നോട് സംസാരിക്കുവാൻ ഏൽപ്പിച്ച കർത്തവ്യം കൃത്യതയോടെ ചെയ്യുവാൻ അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ശ്രേഷ്ഠമായ വൈദികരുടെയും തിരുമേനിയുടെ അനുഗ്രഹവും ആശീർവാദത്തിനുമായിട്ട് യാചിക്കുന്നു. ദൈവമേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരത്തെ കാക്കണമേ. അങ്ങേക്ക് വിരോധമായതോ ഒന്നും സംസാരിക്കുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കയറുന്നു. ഇപ്പോൾ നമ്മുടെ എൽദോ നോമ്പിന്റെ 3-ാം ദിവസമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷിതാവായി ഈ ഭൂമിയിലേക്ക് വരുവാൻ തെരഞ്ഞെടുത്ത ദിവസം ആകുന്നുവല്ലോ അടുത്തു വരുന്നത്. സകല ചരാചരങ്ങളും ഈ വരവിനായിട്ട് കാത്തിരുന്നു. ഏറ്റവും ഒരു മാതാവിനെ ദൈവം തെരഞ്ഞെടുത്തു. എപ്പോഴും പ്രാർത്ഥനയോടും ഭക്തിയോടും ദൈവവിശ്വാസത്തിലും വളർന്നു വന്ന ഒരു കന്യകയിൽ പരിശുദ്ധാത്മകൃപയാൽ ദൈവം ഒരു ശിശുവായി ഉരുവാകുവാനും ഈ ലോകത്തിന്റെ രക്ഷിതാവായി ഈ ലോകത്തിൽ പിറക്കുവാനും ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ അയച്ചു. ഈ ലോകത്തിൽ വന്ന് നമ്മുടെ രക്ഷിതാവായി ജീവിപ്പാൻ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളത് എല്ലാ മാനവരാശിയും ഓർക്കേണ്ട ഒരു കാര്യമാകുന്നു. രക്ഷിതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വളരെ വിപുലമാണ്. വളരെ ആർദ്രതയോടും ശക്തിയോടും കൂടെ നമ്മുടെ ഉള്ളിൽ ഏറ്റെടുക്കേണ്ട ഒരു വാക്കാണ് രക്ഷ. രക്ഷയുടെ
അവസ്ഥ നമ്മൾക്ക് തന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് നിത്യരക്ഷയാകുന്നു കർത്താവ് തന്നത്. ഈ ലോകത്തിൽ വന്ന് മനുഷ്യനായി നമ്മളോടൊപ്പം വസിച്ച് നമ്മളുടെ സകല കഷ്ടതകളും പ്രയാസങ്ങളും കണ്ട് പൈശാചിക ബന്ധനങ്ങളാൽ നമ്മളെ വലയ്ക്കുന്ന ദുഷ്ടാത്മാവിനെ കണ്ട് കർത്താവ് മനുഷ്യരോട് കരളലിഞ്ഞ് എല്ലാ വിധത്തിലും മനുഷ്യരെ രക്ഷിപ്പാനായി പല മാർഗങ്ങളും കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നു. പാപത്തിൽ നിന്നുള്ള മോക്ഷം, രോഗത്തിൽ നിന്നുള്ള വിടുതൽ, അലറുന്ന കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാനുള്ള കരുത്ത്, അങ്ങനെ വിവിധ തരത്തിലുള്ള അത്ഭുത പ്രവൃത്തികളും കരുണാ പ്രവൃത്തികളും ചെയ്ത് ഈ ലോകത്തിൽ ജീവിച്ചു. മനുഷ്യനോട് ദൈവത്തിൻ്റെതായ നല്ല വാക്കുകൾ പറഞ്ഞു തന്ന് സ്വർഗം ഈ ഭൂമിയിലാകുവാൻ പ്രാർത്ഥിക്കുവാൻ നമ്മളോട് പറഞ്ഞു തന്നു. നിങ്ങളുടെ ഇടയിലാണ് സ്വർഗീയ രാജ്യം എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ സ്വർഗീയ രാജ്യത്തിന്റെ അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കാനാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത്. ഈ സ്വർഗീയ രാജ്യത്തില് കഷ്ടതയില്ല, പ്രയാസമില്ല, വേദനകളില്ല. അങ്ങനെയുള്ള ഒരു സ്വർഗരാജ്യമാണ് കർത്താവ് ആഗ്രഹിച്ചത്. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ ലോകം പൈശാചിക ശക്തികളുടെ അധീനതയിലായിരിക്കുന്നതിനാൽ അവൻ എപ്പോഴും നമ്മൾക്ക് തടസ്സങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ വരുത്തിക്കൊണ്ട് നമ്മളെ കഷ്ടതയിലിട്ട് നമ്മളെ പല്ല് കടിച്ചും നരകിച്ചും കരഞ്ഞും വിലപിച്ചും നരകതുല്യമായ ഒരു ജീവിതം നയിക്കുന്നത് കാണുവാൻ അവൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ കർത്താവോ ഇതിനെല്ലാം മേലധികാരിയായി അവന്റെ തലയെ ചവിട്ടി മെതിക്കുവാനായി നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. ആ യാഗത്തിൽ നമ്മളുടെ സകല കഷ്ടതകളെയും മാറ്റുവാൻ, രോഗങ്ങളെ മാറ്റുവാൻ, എല്ലാ കുറവുകൾക്കും പരിഹാരമുണ്ട് എന്ന് കർത്താവ് കാണിച്ചു തന്നു. പിശാചും ദുഷ്ടരും വിചാരിച്ചത് അവർ കർത്താവിന്റെ മേൽ വിജയിച്ചു എന്നാകുന്നു. എന്നാൽ അവന്റെ തലയെ ചവിട്ടി മെതിച്ചുകൊണ്ട് 3-ാം നാൾ കർത്താവ് പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നോട് കൂടെ നിന്ന ശിഷ്യന്മാര് കർത്താവിന് വന്ന അനുഭവങ്ങളെ കണ്ട് പേടിച്ച് വിറച്ച് മാളിക മുറിയിൽ അടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടാതിരിക്കുവാനും ഒക്കെ ശ്രമിച്ചപ്പോൾ കർത്താവ് അവർക്ക് പല രീതിയിൽ അവർക്ക് പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ കാണുവാനൊത്തു. ഈ പുനരുത്ഥാന ശക്തി കർത്താവ് അവരിലേക്കും പകർന്നു കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവ് വന്ന ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ അവരെ ഏൽപ്പിച്ചു. നിങ്ങൾ യെരുശലേമിലും യഹൂദിയായിലും ശമരിയയിലും ലോകമെമ്പാടും പോയി എൻ്റെ സുവിശേഷം സാക്ഷീകരിക്കുക എന്ന്. കർത്താവിൻ്റെ സുവിശേഷം എന്താകുന്നു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്നോട് നിങ്ങൾ എന്ത് യാചിച്ചാലും ദൈവം അത് ചെയ്തു തരും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇങ്ങനെയൊക്കെയുള്ള സുവിശേഷങ്ങൾ എത്ര അത്ഭുതകരവും ആർദ്രവുമേറിയതുമായ സുവിശേഷമാണ്. ഇതൊക്കെ മനുഷ്യരോട് പറഞ്ഞു തരുവാനായിട്ട് ദൈവം ഈ ശിഷ്യന്മാരെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. അതിനു മുമ്പേ അവരോട് പറഞ്ഞു, നിങ്ങള് പുതുശക്തി മേലിൽ നിന്ന് വരുന്നത് വരെ യെരുശലേമിൽ പാർക്കണമെന്ന്. ഈ പുതുശക്തി പ്രാപിച്ചിട്ട് അതായത് ഇത് പരിശുദ്ധാത്മ ശക്തിയാണ്. അവര് മാളിക മുറിയിൽ അടിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ആ പരിശുദ്ധാത്മ ശക്തിയാൽ അവർ പുതു മനുഷ്യരായി അവരുടെ ഭയത്തെയും അവരുടെ കഷ്ടതയെയും ഒന്നും ഓർക്കാതെ അവര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കർത്താവിന്റെ സുവിശേഷത്തെ സാക്ഷീകരിക്കുവാൻ പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാം. എന്നാൽ ഈ കൂട്ടത്തിൽ അല്ലാതെ ഇരുന്ന ഒരു വ്യക്തിത്വമാണ് ശൗൽ എന്ന് പറയുന്ന ആള്. ശൗല് റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു സേനാധിപതിയായിരുന്നു. ശൗല് കർത്താവിന് വിരോധിയായിരുന്നു, കർത്താവിന്റെ അനുയായികൾക്കും വിരോധിയരായിരുന്നു. കർത്താവിന്റെ സുവിശേഷം ശൗലിനെ സംബന്ധിച്ചിടത്തോളം ദൈവദൂഷണമായിരുന്നു. അതുകൊണ്ട് പരീശന്മാരിൽ പരീശനായ പൗലോസ് കർത്താവിന്റെ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്തതിനാൽ
ഈ ക്രിസ്ത്യാനികളായ അന്നത്തെ ക്രിസ്ത്യാനി സമൂഹം, അതായത് ക്രിസ്തുവിനെ അനുകരിക്കുന്ന സമൂഹത്തെ ദ്രോഹിക്കുവാനും കൊല്ലുവാനുമായിട്ട് സാക്ഷ്യം നിർത്തിയ ആളാകുന്നു. എന്നാൽ ഈ പൗലോസിനെയും കർത്താവ് പിടിച്ചു. ദമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ കൊല്ലുവാനായിട്ടല്ലേ ഉപദ്രവിക്കുവാനായിട്ട് പോയ ശൗലിനെ കർത്താവ് പിടിച്ചു. വളരെ ആർദ്രവമേറിയ ഒരു സംസാരത്തിലൂടെ കർത്താവിന് അടിമയായി തീരുകയാണ് ശൗലിന്റെ പേര് പൗലോസായി മാറി. കർത്താവ് ചോദിച്ചു ശൗലിനോട്, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? കർത്താവിന്റെ വചനം കേട്ടപ്പോൾ ശൗലിന്റെ അന്ധകാരം ശൗലിന് മനസ്സിലായി. ഈ ലോകത്തിന്റെ വെളിച്ചം ശൗലിന് അന്ധകാരമായി തീർന്നു. ഇതല്ല യഥാർത്ഥ വെളിച്ചം എന്ന് ശൗലിന് മനസ്സിലായി. ആ ശൗലിനെ മാമോദീസ കൊടുത്ത് പുനരുത്ഥാന ശക്തി പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചവനായി അവിടെ നിന്ന് കർത്താവിന് വേണ്ടി അന്ത്യശ്വാസം പോകും വരെയും പ്രവർത്തിക്കുവാൻ, സാക്ഷീകരിക്കുവാൻ പൗലോസ്ലീഹായ്ക്ക് കഴിഞ്ഞു. അങ്ങനെ പൗലോസ്ലീഹ പല സ്ഥലങ്ങളിലും, അതായത് തെക്കൻ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഏഷ്യ മൈനർ എന്നീ സ്ഥലങ്ങളിലും സുവിശേഷ ഘോഷണവുമായി പോവുകയും അവിടെയെല്ലാം ചെന്ന് പുതിയ സഭകൾ, ക്രിസ്തീയ സഭകൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അതായത് കർത്താവിനെ സാക്ഷീകരിച്ചു. കർത്താവിന്റെ സുവിശേഷത്തെക്കുറിച്ച് മനുഷ്യരുടെ ഇടയിൽ സംസാരിച്ച അല്ലെങ്കിൽ പ്രവർത്തിച്ചും കൊണ്ട് പുതിയ സഭകളെ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. അങ്ങനെയാണ് പൗലോസ്ലീഹ കൊരിന്തിൽ ചെല്ലുന്നത്. കൊരിന്ത് എന്ന് പറയുന്നത് ഗ്രീസിലെ ഒരു തുറമുഖ പട്ടണമാകുന്നു. അന്നത്തെ കാലത്ത് വളരെ ഉയർച്ചയും സാമ്പത്തികമായ നേട്ടവുമുള്ള ഒരു സ്ഥലം. വാണിജ്യത്താലും കച്ചവടത്താലും തത്വചിന്തകളാലും വിദ്യാഭ്യാസത്തിലുമൊക്കെ ഏറ്റവും ഉന്നതി പ്രാപിച്ചു നിൽക്കുന്ന ലോകോത്തരമായ ഒരു സ്ഥലം. ആ സ്ഥലത്ത് പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ വന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അവിടെ ഇല്ലാത്ത അനാവശ്യമായ പ്രവൃത്തികളൊന്നുമില്ലായിരുന്നു. എല്ലാവരും അഴിമതിക്കാരും ബിംബാരാധകരും, ഈ മറ്റു രാജ്യങ്ങളിലേക്കൊന്ന് വരുന്നവരെല്ലാം ബിംബങ്ങളെയും അവരുടെ ആരാധനാ പാത്രങ്ങളെയും എല്ലാം അവിടെ കൊണ്ടുവന്ന് ആരാധിക്കുകയും വ്യഭിചാരം ഒരു ആരാധനയുടെ മാർഗമാക്കി തീർക്കുകയും അങ്ങനെ മനുഷ്യൻ വളരെ അസാൻമാർഗീയ ജീവിതം നയിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ കൊരിന്ത്. അവിടെയാണ് പൗലോസ്ലീഹ കർത്താവിനെ സാക്ഷീകരിക്കുന്നത്. കർത്താവിനെ സാക്ഷീകരിക്കുന്ന പൗലോസ്ലീഹയ്ക്ക് വളരെ കഷ്ടതകളും തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി കർത്താവിനെ കുറിച്ച് സുവിശേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പൗലോസ്ലീഹ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആ കൊരിന്തിൽ കർത്താവിന് യോഗ്യമായ സഭയെ നിർമ്മിക്കുവാൻ സാധിച്ചു എന്നതിൽ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട് പൗലോസ്ലീഹ. അത് ആ പുസ്തകങ്ങളിലൊക്കെ പലയിടത്തായിട്ട് പറയുന്നുണ്ട്. ഇത് കൊരിന്തിൽ മാത്രമല്ല, ഇവ മറ്റു സ്ഥലങ്ങളിൽ പോലും പൗലോസ്ലീഹ നിർമ്മിച്ച സഭകളെ കുറിച്ച് എപ്പോഴും സന്തോഷമുള്ളവനായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തി സത്യവും വിശുദ്ധവും ദൈവപ്രേരിതവും പരിശുദ്ധാത്മ ശക്തിയും ഉള്ളതായിരുന്നു. അതിനാൽ എപ്പോഴും ദൈവം തുണ ചെയ്തുകൊണ്ടിരുന്നതിനാൽ അവിടെ എല്ലാം അദ്ദേഹം വിജയിക്കുകയായിരുന്നു. നല്ലൊരു സഭ സൃഷ്ടിക്കുവാൻ, നല്ലൊരു കൂട്ടം ജനങ്ങളെ വാർത്തെടുക്കുവാൻ പൗലോസ്ലീഹായ്ക്ക് കഴിഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ്ലീഹ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. 1-ാം അധ്യായം 8-ാം വചനം പറയുന്നുണ്ട്. അവിടെയും സഭയുണ്ടാക്കി. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിനും യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ സഭയുടെ വിശ്വാസത്തെ കുറിച്ചും പൗലോസ്ലീഹ വളരെ സന്തോഷവാനാണ്. ദൈവത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ആണേലും കൊരിന്തിലും അത് തന്നെയാണ് പൗലോസ്ലീഹയുടെ അനുഭവം. എന്നാൽ ഇതിലൊന്നും പൗലോസ്ലീഹ ഒരിക്കലും തൻ്റെതായ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ തൻ്റെ മിടുക്കുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയത്തില്ല.
അവിടെ പറയുന്നുണ്ടല്ലോ, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കിയതോ ദൈവമാകുന്നു. അപ്പൊ സകല സ്തോത്രവും ദൈവത്തിന്. താൻ ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യും എന്നുള്ളത് മാത്രമാണ് അത് അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ ലക്ഷ്യം. ഒരു മഹിമയും തനിക്ക് വേണ്ട. എല്ലാത്തിലും എല്ലാം ക്രിസ്തുവിനാൽ ചെയ്യുന്നു. എല്ലാത്തിനും ക്രിസ്തുവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സഭയെക്കുറിച്ചാണ് നമ്മളെ ടീമിന്റെ വാക്യം. പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അവരുടെ വിശ്വാസത്തിലും അവരുടെ ദൈവീക രീതിയിലും വളർച്ചയിലും വളരെ അഭിമാനം കൊള്ളുന്ന ഒരു വാചകമാണത്. കാരണം അവര് കർത്താവിനെ സാക്ഷീകരിച്ച് പൗലോസ്ലീഹ എന്തെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തോ അതേ രീതിയിൽ ജീവിച്ച ഒരു കൂട്ടം വിശ്വാസികളായിരുന്നു ആ കൊരിന്തില്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ എവിടെ പോയാലും നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ്. നിങ്ങളുടെ വിശ്വാസ ജീവിതം ഞങ്ങളുടെ പ്രവൃത്തികൾക്കൊരു നല്ല ഉദാഹരണമാണ്. മറ്റുള്ളവർ വിശ്വസിക്കുവാൻ ഏറ്റവും പറ്റിയതായ ഒരു അനുഭവമാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് വിശ്വാസയോഗ്യമായി തീരുവാൻ തക്കവണ്ണമാണ് നിങ്ങളുടെ ജീവിത രീതി. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ നമ്മൾ റെഫറൻസ് ലെറ്റർ ചോദിക്കും. വേറൊരാൾ എഴുതി തന്നിട്ട് അത് കൊണ്ടുപോയി കാണിക്കുന്നു, ഞാൻ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ കുറിച്ച്. അപ്പൊ അതേ രീതിയിലാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ജീവിതം എൻ്റെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ്. ഞാൻ എവിടെ പോയാലും എനിക്ക് റെഫറൻസ് പറയുവാൻ കൊരിന്തിലെ സഭയുടെ ആൾക്കാരെ കുറിച്ച് വെക്കും. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഈ ഹൃദയങ്ങളിൽ എഴുതുക എന്ന് പറയുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഒരു കല്ലായുള്ള ഹൃദയത്തിൽ എഴുതാൻ പാടാണ്. മാംസലമായ ഹൃദയം ഉള്ളിലുണ്ടെങ്കിൽ അവിടെ എഴുതും. അത് ആ ഹൃദയത്തിലെ എഴുത്ത് എന്ന് പറയുന്നത് മഷി കൊണ്ടല്ല, കൽപ്പലക കൊണ്ടുമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിലാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന വിശ്വാസ്യത. അത് ആർക്കും വായിക്കാൻ ഒക്കത്തില്ല. അതെപ്പോഴും വായിച്ച് കാണാതെ പഠിക്കേണ്ടി വരത്തുമില്ല. കാരണം അത് നമ്മുടെ ഉള്ളങ്ങളിലായിരിക്കുന്നതിനാൽ അതെപ്പോഴും നമ്മളുടെ ചിന്തയിൽ താനേ ഉരിഞ്ഞു വരുന്ന ഒരു അനുഭവമാണത്. അപ്പൊ ഈ സഭയെക്കുറിച്ചുള്ള പൗലോസ്ലീഹായുടെ സന്തോഷം, അല്ലെങ്കിൽ ആ വിശ്വാസ്യത, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള അഭിമാനം, അത് അവർക്ക് പൗലോസ്ലീഹായ്ക്കും കൂടെ പ്രവർത്തിക്കുന്ന സുവിശേഷകർക്കും ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, എവിടെ പോയാലും അവർക്കൊരു ശ്ലാഘ്യ പത്രമാണ്. അതുപോലെ തന്നെ അവരോട് പറയുന്ന അടുത്ത സെന്റൻസ്, നിങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അതായത് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ പത്രമാണ്. അതായത് ക്രിസ്തുവാണ് അതിന്റെ ചീഫ് എഡിറ്റർ. അപ്പൊ നിങ്ങളുടെ ജീവിതം കണ്ട് വായിക്കുന്നവര് ക്രിസ്തുവിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിന്റെ നന്മകളാണ് നിങ്ങളുടെ നന്മകൾ. ക്രിസ്തുവിനെയാണ് നിങ്ങൾ പ്രതിപാദിക്കുന്നത്. അപ്പം വേറൊരു പത്രം തിരുമേനി പറഞ്ഞതുപോലെ വായിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതം കണ്ടാൽ മതി ക്രിസ്തു ആരാകുന്നു, ക്രിസ്തു നിങ്ങൾക്കുള്ള പ്രചോദനം എന്താകുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും ഈ ജീവിതം ഞങ്ങൾക്കും വേണം എന്നുള്ള ആർത്തിയോടെ നിങ്ങളെ പിന്തുടരുകയും ചെയ്യും എന്നാണ്
പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്. അവരുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെട്ടുവല്ലോ. ഇവിടെ ഈ പത്രം എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ ജീവിതം ഒരു സാക്ഷ്യമാണ്, ജീവിക്കുന്ന സാക്ഷ്യമാണ്. അതായത് പൗലോസ്ലീഹ കൊടുത്ത സത്യമായിരുന്നു. അത് വിശുദ്ധാത്മാവ് അവരിലൂടെ പ്രവർത്തിച്ചിട്ടാണ് അവർക്ക് ഈ മാറ്റം വന്നത്. അല്ലെങ്കിൽ അവരുടെ പഴയ ജീവിതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും നിത്യരക്ഷയ്ക്കുള്ള യോഗ്യത കിട്ടുവാനും കാരണമായി തീർന്നത്. എന്തുകൊണ്ടാ? പൗലോസ്ലീഹായുടെ സന്ദേശങ്ങൾ സത്യവും വിശുദ്ധവുമായിരുന്നു. വിശുദ്ധാത്മാവ് പൗലോസ്ലീഹായിലൂടെ അവരിൽ പ്രവർത്തിച്ചു എന്നാണ്. എവിടെയെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് പോയാൽ പൗലോസ്ലീഹായ്ക്കുള്ള ഒരു റഫറലാണ് ഇവരുടെ ജീവിതം. അതുപോലെ ഇത് ഒരു ഭൗതിക പ്രമാണമല്ല ഈ പത്രം. അതായത് നമുക്ക് തൊടുവാൻ ഒരു ഫിസിക്കൽ ഡോക്യുമെന്റ് അല്ല ഇത്. ഇത് മഷി കൊണ്ടല്ല എഴുതിയിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ് തൻ്റെ ഹൃദയത്തിൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. കൽപ്പലകയിലല്ല എഴുതിയിരിക്കുന്നത്. കൽപ്പലക കട്ടിയുള്ള പലകയാണ്, എന്നാലോ മനുഷ്യ ഹൃദയങ്ങളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മനുഷ്യരിലെ ആന്തരികവും ആത്മീകവുമായ മാറ്റങ്ങൾ നമ്മൾ ക്രിസ്ത്യാനിയായി തീരുമ്പോൾ ഉണ്ടാകണം. നമ്മുടെ പഴയ സ്വഭാവം, ക്രിസ്തുവിനെ അറിയുമ്പോൾ നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം മാറണം. അപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ പത്രമായി വെളിപ്പെട്ടു വരും. ഈ പത്രം നമുക്ക് ഒരിടത്ത് കൊണ്ട് ഒളിച്ചു വെക്കാനോ അല്ലെ മേശമേൽ വയ്ക്കാനോ ഉള്ള പത്രമല്ല. പിന്നെയോ ഇത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതിനാൽ അത് അവരുടെ ജീവിതമാണ്. ഈ ജീവിതം മറ്റെല്ലാവരും അറിയുന്നതും വായിക്കപ്പെടുന്നതുമാണ്, എല്ലാവരും കാണുന്നതാണ്. അതുകൊണ്ട് വായിക്കുന്നവരുടെ വിശ്വാസത്തിനുള്ള നല്ല സാക്ഷ്യമായിരിക്കണം ഈ സഭയുടെ മുഖച്ഛായ. ഈ സഭ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ സഭകളെയും നമ്മളുടെ ദേവാലയങ്ങളെയും നമ്മളുടെ കൂടിവരവിനെയും എല്ലാം ഓർക്കാം. നമ്മളിലും ഈ ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം. കർത്താവിന്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അത് ദൈവിക ശക്തി എങ്ങനെ മനുഷ്യരിൽ പ്രവർത്തിക്കുന്നുവെന്നും അത് കാണിക്കുന്നു. വിശ്വാസികളുടെ ജീവിതം ക്രിസ്തുവിൻ പ്രവൃത്തിയുടെ പ്രതിഫലനമാണ്. ക്രിസ്തുവിനെ ആദരിക്കുന്ന രീതിയിലുള്ള ജീവിതം തൻ്റെ സുവിശേഷത്തിന്റെ പരിഭാഷ അല്ലെങ്കിൽ തർജ്ജമയായിരിക്കും. ക്രിസ്തുവിനെ ആദരിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുക. ക്രിസ്തുവിന്റെ കൽപ്പനകൾ വളരെ ഭാരമേറിയ കൽപ്പനകളല്ല. എൻ്റെ നുകം മൃദുവായിരുന്നു പറയുന്നത്. മനുഷ്യന് താങ്ങാവുന്നത് മാത്രമേ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ കർത്താവിനെ മനസ്സിലാക്കുവാൻ, നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ സത്യമായി ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. ഈ വിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാം ഉണ്ട്. നമ്മുടെ വിശുദ്ധ മാമോദീസായാൽ നമ്മൾക്കെല്ലാം കിട്ടിയിട്ടുള്ള ഒരു ദൈവീക അനുഭവമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ഇവരെല്ലാം ചെയ്ത പ്രവൃത്തികൾ നമ്മൾക്കെല്ലാം ചെയ്യുവാനൊക്കും. പക്ഷെ നമ്മൾ ഇതിനെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരാൻ കർത്താവിന്റെ വേല ഇവിടെ എങ്ങും തീർന്നിട്ടില്ല. ലോകമെമ്പാടും അറിയിക്കണം. സകല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കർത്താവിന്റെ സുവിശേഷം എത്തണം. ഇന്നും കർത്താവിനെ അറിയാൻ മേലാത്ത അനേക മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. കോടാനുകോടി മനുഷ്യരുണ്ട്. കർത്താവിനെ അറിയാൻ മേലായ കൊണ്ട് അവര് തെറ്റിപ്പോകുന്നു. അവര് കർത്താവിനെ തള്ളിപ്പറയുന്നു. അവർ കർത്താവിന്റെ സഭകൾക്കും കർത്താവിന്റെ അനുയായികൾക്കും വിരോധികളായിത്തീരുന്നു.
ഇവരോടൊക്കെ കർത്താവിൻ്റെ സുവിശേഷം പറയുക എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ജോലിയാണ്. അങ്ങനെ കർത്താവിൻ്റെ യഥാർത്ഥ അല്ലെ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മളിലുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കരുതട്ടെ, എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു സൂസൻ ആൻറ്റി. അനുകരിക്കപ്പെട്ട മെസ്സേജ് തരുവാൻ ആൻറ്റി ഇടയാക്കിനായിട്ട് നന്ദി അറിയിക്കുന്നു. സുവിശേഷത്തെ പറ്റിയും മാനസാന്തരത്തെ പറ്റിയും നമ്മൾ കേട്ടു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കട്ടെ. ശൗൽ പൗലോസായതും നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും സൂസൻ ആൻറ്റി പറഞ്ഞല്ലോ. വി ആർ ദ ലിവിങ് ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അടുത്തത് യൂണിറ്റ്സ് റിപ്പോർട്ടാണ്. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച്, സൗത്ത് ഫ്ലോറിഡ. യൂണിറ്റ് സെക്രട്ടറീസ്, യൂണിറ്റ് റിപ്പോർട്ട്സ് ബൈ യൂണിറ്റ് സെക്രട്ടറീസ്. ആദ്യമായിട്ട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച്, സൗത്ത് ഫ്ലോറിഡ. ഏലിയാമ്മ താമരശ്ശേരി. റെഡിയാണോ? കേൾക്കുന്നുണ്ടോ? സമയം ഒന്ന് വിളിക്കുക. സിനി അടുത്ത ആളെ വിളിക്കാം. സിനി. St. Thomas Orthodox Church, South Florida. St. Thomas Orthodox Church, South Florida. And Anu, Givargis. Hi, Gigi. Thank you, Gigi. Okay. Respected Diocese Metropolitan, His Grace, Dr. Thomas Mar Ivanios, all episcopals, all urchins, office bearers, and all beloved members. On behalf of St. Thomas Indian Orthodox Church, Hollywood, I'm presenting the annual unit report for the year 2025. As we come to the close of another blessed year, I'm here to immense grateful and joy reflecting on the fruitful journey we have shared as far as in our church. We try to have a MMVS meeting on every second and fourth Sundays of our church in every month. We had a very active year this far. We conducted a bake sale in January at our church and raised a good sum of money. In February, we went to a trip to Naples, Fort Myers, had an opportunity to visit Shangatlaton Church as well as a Greek Orthodox Church in Fort Myers. It was very exciting and an enjoyable trip. We had emphasized prayer meeting in March during Great Lent season. In May, few of our Samaja members participated in essay competition. In July, we had a baby shower conducted under the touch of MMVS. In August 17th, MMVS Day was celebrated in our church as well. We did Bible reading, had short messages, solo song, and also skit by our talented ladies. In September, many of us attended regional conference in Pompano. We won second prize for quiz competition. In November, we had MMVS prayer meeting and had a fun lunch out with all our ladies who attended, planning for a wonderful Christmas caroling and celebrating this month. We have also plans to continue visiting elderly people at ALF and home. Moreover, oncoming efforts are being made to increase the participation and involvement of a young woman to MMVS activities. I would like to conclude this report by acknowledging and conveying my sincere gratitude to Vicar R.G. George, Joint Secretary Vijida Mamman, and Annie Abraham, Trustee, and to our former Vicar, Sean Achin. Thank you. Thank you, Anu. അടുത്ത സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്, പാമ്പന ബീച്ച്. വിജയനെ. സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്, പാമ്പന ബീച്ച്. മിസ്സസ് ബിജിലെ പണിക്കർ. Go to the next. Okay, who is ready? Anybody ready? St. Gregorius Orthodox Church, Tampa. Ready, ready. Okay.
Okay, this is Right. Tambar, right? അതെ അതെ ടാമ്പേർ. Good evening everyone. കേൾക്കാമോ? കേൾക്കാം. Okay. So His Grace Dr. Thomas Mar Ivanius Tirumeni, respected core episcopus, Achans, regional secretary, unit secretaries, and all my beloved sisters in Christ. So this is the report of MMVS, St. Gregorius Orthodox Church, Tampa. So this year we started our activities with the election of unit bearers. Biji Sanjay continued as secretary for this year. Denju Cecilas, myself as joint secretary, and Bini Kochuman as unit treasurer. So in our church, we participated in Bible faith study classes, song practices, and social and spiritual activities under the leadership and guidance of our vicar, Very Reverend George Paulos, core episcopus. We also participated in the annual church caroling program, monthly home prayer meetings, ecumenical program, and other social and cultural events and other activities. Also, our unit participated in the diocese, all the programs organized by the diocese, such as regional and diocese level conferences, talent and quiz competitions, essay competition, annual exams, Friday fasting prayers, and Shunoya prayer through the Zoom. On August 1st, our church was blessed with the opportunity to host the Friday fasting prayer. We conducted a bake sale to participate in the to raise money for the regional conference, and many of us attended the regional conference this year at Pompano Beach. Also, we visited elderly and sick church members who are unable to attend the Holy Qurbana on Sundays. 11 ladies participated in the World Day of Prayer on March 21st at St. Mark Marthoma Church in Tampa, and joined the Bible reading and prayer sessions. This year, 6 ladies attended the diocese level essay competition in April. Also, we participated 4 ladies participated in the annual MMVS exam. September 7th, we celebrated the MMVS Day, and ladies read the Old Testament reading, speech, solo song, and group song. Ongoing mission of MMVS include encouraging more participation of young women in all MMVS activities. I would like to conclude this annual report by acknowledging and conveying my sincere thanks to our vicar, Very Reverend George Paulos, core episcopus, my co-office bearers, and all my fellow sisters in Christ. Thank you, and may God bless all of us. Thank you. Thank you, Renju. അത് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് പാമ്പന ബീച്ച് റെഡിയാണോ? വിജലേ St. Mary's Orthodox Church, Southwest Florida. St. Mary's Orthodox Church, Southwest Florida. Good evening, His Grace, respected Achans and dear sisters. It's my pleasure to present a brief annual report of MMES from St. Mary's Indian Orthodox Church, Southwest Florida. On the first Sunday of each month, like following the Holy Qurbana, we gather for our regular meetings, which include like songs, Bible readings, prayers, and Bible studies. I'm happy to say that we're about 10 members, considering a very small church, consistently attend these meetings. The core aim of our weekly meetings is to strengthen the spiritual life of women in our parish, promote Bible study, then provide a platform for fellowship, mutual support, and outreach, and encourage active involvement in church life and service. And some of our members also participated in the regional conference there. So we give all glory to God for sustaining our MMVS weekly devotional meetings throughout the year. As we look ahead, and we pray that more women will be encouraged to join and grow together in Christ, becoming the salt and light in our homes, church, and community. And hereby that the conclusion of the report there. And sincerely, thank you. Thank you, Susan. St. Paul's Orthodox Church, Orlando. Glory to the Father, Son, and the Holy Spirit.
His Grace Thomas Marivanios Termeni, Very Reverend Coruscopis, Achens, office bearers, and dear members. I am honored to present a brief report of the Martha Mariam Samajam of St. Paul's Orthodox Church. This year, I, Mrs. Renu Raju, served as secretary, and Mrs. Mariama Thomas served as joint secretary. Key highlights of this 2025: monthly Sunday meetings with prayer, Bible reading, planning, and fellowship. On April 6th, prepared question bank for the regional conference. May 4th, conducted the essay competition. May 25th, organized the Northern Owner fundraiser, sold a DSW raffle tickets. June 15, Father's Day, we prepared and served a special lunch. August 3rd, hosted lunch for all church members. August 24th, we celebrated MMES Day, shared messages, group song, prayer by Achin, and cake cutting. September 20th, our members and 10 members and 2 guests attended the Pompano Beach Conference. September 28th, meeting held to prepare for the annual exam. Members recommended holding a one-day conference next year. October 19th, decided to donate non-perishable food items to Harvest Food Bank. Number 9, conducted the MMES annual exam. Upcoming plan, MMES is planning a lunch with Tavigar. Date will be finalized based on Achin's availability. Bake sale with Achin's approval. Conclusion, I thank Lord Almighty for the opportunity to serve as the secretary and extend my sincere gratitude to Reverend Father Renan Sherian Achin and Trustee Dr. Philip Marcos for their support and guidance. May God bless us all. Thank you. San Gregorius Orthodox Church, South Florida. Ready, San Gregorius Orthodox Church, South Florida. Mrs. Eliama Can you Thomas. hear me? Yes, yes. Can you hear me? കേൾക്കാം. കേക്കാവോ? ഏക ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യുവർ ഗ്രേസ് ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ്, വെരി റെവറൻഡ് കോർ എപ്പിസ്കോപ്പോസ്, DSW MMES Vice President, Florida Region Vice President, respected all Achens, MMES General Secretary Shini Korean, our prayer coordinator Elizabeth Auntie, Florida Regional Secretary Mrs. Sini George, keynote speaker Mrs. Susan Umman, all the unit secretaries, joint secretaries, all the Samajam members. Martha Mariam Samajam 2025, St. Gregorios Orthodox Church of India, South Florida. Vicar Reverend Father George John, Secretary Eliama Sakriya Tamaris Cheryl, Joint Secretary Binsi John, presenting the annual report of MMES for the year 2025. MMES meetings are being held every Sunday after the Holy Kurbana under the leadership of our Achan. We begin each meeting with a Bible reading, song, and a small prayer. Then Achan take classes in various topics, and we have discussions afterwards. Around 20 to 25 members attended the meeting regularly. Our members also attended the Friday fasting prayer meeting, Bible study, faith study conducted by DSW via Zoom. April 4th, our church organized DSW Friday fasting prayer. Our members actively participated in various competitions held on regional and diocesan level and won prizes also. May 4th, essay writing competition. 5 members participated. July 16 through 19, Family, Youth and MMES conference held in Atlanta. 5 members attended from our church. Samajam Day was observed on August 17th, Sunday. Unit Secretary delivered a message, and our charity contributions were sent to the diocese. We supported charitable causes in Kerala and contributed to the Florida regional fundraising effort through the raffle ticket sales. This year, MMES Florida Regional Conference, 35 members attended from our parish, which was a blessed event. November 9th, annual exam was conducted. 6 members attempted the exam. November 30th, we observed our Women's Day. Unit Secretary Eliama Sakriya Tamaris Cheryl delivered a speech. Every year during Holy Week and Perunal, members join together to prepare meals for the church family.
Christmas and Perunal, our unit members perform talent shows and group songs. On behalf of the MMBS, I would like to extend the gratitude to our Vicar, Reverend Father George John, office bearers, Joint Secretary Binsi John, and all our Samaj members for all their support and prayers throughout the year. May God continue to bless our MMBS. I humbly submit this report with prayers. താങ്ക് യു മിസ്സസ് ഏലിയാമ്മ താമരശ്ശേരൻ. അടുത്ത സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് പാമ്പന ബീച്ച് റെഡിയാണോ? നീനു. സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് പാമ്പന ബീച്ച്. കേക്കാവോ? കേൾക്കാം. Okay. Hi, respected Tirumeni, all Achins, MMBS unit secretaries and MMBS members. Our vicar is Reverend Father Abi Abraham. Our secretary is Bijali Panikar. Joint secretary, me, Ninu Cherian. Trustee was Liji Matai. This year we held MMBS bi-weekly after Holy Kurbana. During these sessions, we had communal singing, Bible readings, in-depth Bible studies led by our Reverend Father Abraham. Usually we had very good attendance for these. This year, we hosted the MMBS Florida Regional Conference. We had extensive committee meetings and discussions and meetings to help plan the event and execute the event successfully. Our members this year also participated in the essay competitions and annual examinations this year. We also had a charitable contribution to Shailanti in India doing charity works. We also held a Friday prayer meeting in November that we hosted. During Holy Week, we actually provided meals, kanyi and paira, to the whole entire church community and worked together for that. On August 17th, we celebrated Samajam Day. We had a very diverse program with Bible reading, speeches, and performances. It was a very memorable day for us and also had a very generous contributions for the Samajam Day collection. And for the future, for Christmas Eve, we'll be performing Christmas carols as part of the church Christmas program. We also had helped coordinate a family night also in November for our entire community as well. On behalf of our MMBS, I want to extend our sincere gratitude for all of our members, our vicar, and all of our office bearers for their support this year. May the Lord God Almighty bestow all of his blessings upon all of us. താങ്ക് യു നീനു. അടുത്ത സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഓർലാൻഡോ. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഓർലാൻഡോ. ഓർലാൻഡോ റെഡിയാണോ? സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഓർലാൻഡോ. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ജാക്സൺവിൽ. Hello, കേൾക്കാമോ? Okay. St. Gregorius Indian Orthodox Church, Jacksonville, MMBS Annual Report 2025. His Grace, Dr. Thomas Mar Evanius, Metropolitan, respected core episcopos, Achins, President, Secretaries, Trustees, and all members. The Martha Mariam Vanida Samajam of St. Gregorius Indian Orthodox Church, Jacksonville, began the year 2025 with a renewed spirit and dedication to its mission. The first meeting of the year was held in January with the guidance of Father Benny Kuruvala and Lata Kochama, during which the office bearers for the year were elected. Secretary, Mrs. Annie Wilson. Joint Secretary, Mrs. Jyoti Sipu. Treasurer, Mrs. Silisu Lalu. Monthly meetings. MMBS holds its regular meetings on the first day of every month after Holy Kurbana, presided over by our vicar, Father Benny Kuruvala, with an average of 8 to 10 members in attendance. Fasting prayers, conducted once every 3 months with a good participation from our members.
Liturgical participation. Members of the MMBS regularly read the Old Testament lesson during the Holy Kurbana. MMBS Day. Celebrated meaningfully on the Sunday, August 17th, with a devotional message delivered by the MMBS member and special group song presented by our members. Volunteer services. Members actively participate in the monthly volunteer activities at Waste Not Want Not, a charitable organization in Orange Park. Charity. A contribution was made to assist with the educational expense of a church member's daughter. Diocesan fee. The yearly membership fee was remitted to the diocese. Raffle tickets. Members supported the raffle initiative to raise funds for the family, as well as a regional conference. MMBS members actively participate in the family conference held in Atlanta, as well as a regional conference held in South Florida. Leadership and responsibilities. MMBS members are actively involved in leadership and service roles within the parish. Mrs. Susan Uman, Church Managing Committee Member and Volunteer Activity Coordinator. Mrs. Selin Sunny, Sunday School Principal. Mrs. Raji Sajan, Prayer Coordinator. Lisu Lalu, Food Coordinator. Lada Binni, MGO CSM Senior Advisor. Conclusion. The MMBS of St. Gregory's Indian Orthodox Church, Jacksonville, has held a spiritually enriching and service-oriented year in 2025 with the guidance of our Vicar, Father Binni Kurula and Leda Kochama. Through monthly gatherings, calibrating charitable works, fasting prayers, and active participation in parish life, the members have continued to strengthen the faith community while glorifying the God through the service. Thank you. അടുത്തത് ഒന്നുകൂടിയുണ്ട്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഒർലാൻഡോ. Okay. Annual report for 2025. His Grace, Dr. Thomas Mar Ivanius Tirimeni, Very Reverend Co-Episcopos, Achens, and my dear sisters in Christ. My name is Catherine Kunju. I am representing St. Mary's Orthodox Church of Orlando, as our secretary, Mrs. Vincy Varghese, is unable to attend today's meeting. Our MMES continues to function under the leadership of Mrs. Vincy Varghese. We were unable to have meeting on consistent basis, but I am proud to mention that we are participated in following activities. Friday fasting prayer was hosted February 7th, partially by our church on Zoom, with Bible reading, song, intercessory prayers conducted by 5 of our members. Bible reading of our Old Testament has been assigned to the ladies of our church and continue to do so. 6 families from our church participated in the family conference in Atlanta, July. They also participated in quiz competition. We also had our Samajam Day on August 24th. Dr. Anuja Philip gave us a very meaningful message about our connection with Mother Mary. Also, we had our Regional Secretary, Mrs. Sini George, visit us. She gave us a brief history of origin of MMBS. 11 members attended the regional conference in Pompano Beach in September. They participated in quiz competition, group song, they won the first prize. Also, they had a group dance for the talent show. The annual exam held in November. 3 members attended the exam. I hope we will be accomplish more in the coming year under the guidance and support of our Vicar, Father Cyril Davy. Thank you. May Almighty God bless us all. Thank you. Thank you, Mrs. Catherine Kunju. Thank you all the unit secretaries for the wonderful work done this year. Thank you all for the support this year. അടുത്ത Unit Secretary of the year 2025 was considered Mrs. Eliamat Zakaria Tamarasheril, St. Gregorius Orthodox Church, South Florida. So
So she brought us 35 members for the conference. 6 people in the church attended the essay competition. Also 5 members took the annual exam. Many activities, we did Samajam Day, Vanida Day, and all this full support for this year. And also 70 tickets sold for the raffle. All for all this, she was considered as a unit secretary of the year 2025, Mrs. Eliama Sakaria Tamarasheral. അടുത്തതായിട്ട് അനൗൺസ് ചെയ്യാനുള്ളത് റീജിയണൽ കോൺഫറൻസ് ഇൻ 2026 in person will be in St. Gregorios Orthodox Church, Tamba. Achan and committee members, Reverend Father George Paulus Corpiscopa, and all the committee members already given permission for next year. So that will be in St. Gregorios Orthodox Church, Tamba. അടുത്തതായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് റീജിയണൽ സെക്രട്ടറി ഓഫ് ദി ഇയർ 2026 വിൽ ബി. അത് ആരെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. നമുക്ക് അധികം സമയം അതിക്രമിച്ചിരിക്കുവാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും പേര് മെൻഷൻ ചെയ്ത് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആരുടെ പേര് പ്രപ്പോസ് ചെയ്യും? മറ്റൊരാൾ സെക്കൻഡ് ചെയ്യും. സിനി ജോർജ്. ഞാനിപ്പോ 2 വർഷം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പം ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. നമ്മള് വേറെ ആരെങ്കിലും കൺസിഡർ ചെയ്യും. കോൺഫറൻസ് നടക്കുന്ന ചർച്ചിലാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് കോൺഫറൻസ് നടത്താനൊക്കെ ഒരു ചമ്പാച്ച് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് ആരെങ്കിലും ആണെങ്കിൽ എളുപ്പമുണ്ട് കോൺഫറൻസ് നടത്താനായിട്ട്. അവിടെ ആണല്ലോ. ഇതിലാരും ഓൾഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ പ്രപ്പോസ് ചെയ്യുക, ഒരാളെ സെക്കൻഡ് ചെയ്യും. ഏലിയാമ്മ താമരശ്ശേരി, സെന്റ് ഗ്രിഗോറിയോസ്. ആരാ പ്രപ്പോസ് ചെയ്യുന്ന ആര്? പ്രപ്പോസ് ചെയ്യുന്ന ആരേലും പ്രപ്പോസ് ചെയ്യാനും സെക്കൻഡ് ചെയ്യും. മ്യൂട്ട് ഓഫ് ചെയ്തിട്ടൊന്ന് പറയാ. എനിക്ക് അസൗകര്യമുണ്ട്. വേറെ ആരെങ്കിലും ഒന്ന് ആക്കാമോ? ഇല്ല, ഞാൻ ഒരുപാട് അസൗകര്യം അടുത്ത വർഷം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആകാം. വേറെ ആരെങ്കിലും ആകാം. അച്ഛന്മാർക്ക് ആരുടെ മെൻഷൻ ചെയ്യാം? Vicar of the church can also mention them. ടൈം പോകുന്നു. ആരെങ്കിലും പ്രപ്പോസ് ചെയ്യേ? ടാമ്പയിലെ യൂണിറ്റ് സെക്രട്ടറി ഈ വർഷത്തെ ബിജി. ഐ എം പ്രപ്പോസിങ് ബിജി. ഇത് കേറിയിട്ടില്ലെന്ന ക്ലാസ്സിലാണ്. ബിജിയോട് ഞാൻ ചോദിച്ചാണ്, എനിക്ക് സമ്മതിച്ചില്ല. വേറെ ആരും ഇല്ല. സിനി തന്നെ ഒരു വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യും. അതിന് സപ്പോർട്ട് അവരെ പ്രപ്പോസ് ചെയ്ത് അത് സെക്കൻഡ് ചെയ്യും. സിനി ജോർജ് ഞാൻ സെക്കൻഡ് ചെയ്യുന്നു. ഓക്കെ. ഇത്ര ആൾക്കാരുള്ളപ്പം പിന്നെ ഞാൻ 2 വർഷം ചെയ്തല്ലോ. ചർച്ചസ് ഉണ്ട്. വേറെ ആരും റെഡി ആകാത്തതുകൊണ്ടാ പറഞ്ഞ. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ഇനി അടുത്ത് എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ് ആണ് ഇനി അടുത്തത്. എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ്? ഇല്ലെങ്കിൽ അടുത്ത എന്തുവാ? Water thanks. Mrs. Susan George, Unit Secretary, St. Mary's Orthodox Church, Southwest Florida. Good evening, His Grace, respected co-episcopos, Achan, Regional Secretary, and all the members. On behalf of MMES, I would like to extend my gratitude. This has been a wonderful time
First and foremost, I lift thanks to Almighty God, whose abundant grace, mercy, and guidance have enabled us to gather here today and complete this program successfully. May His blessings continue to lead us in all the endeavors. And I would like to express sincere gratitude to His grace for your esteemed presence, your prayer, blessings, and a wonderful message. Thank you. Your leadership is always an encouragement to the Samajam here. Thank you so much. And our heartfelt thanks to all respected core episcopos and all the beloved Achins here. Your support, prayers, and guidance is always, a support for the Samajam there. Your words and prayers always uplift these activities and motivate us to serve with dedication. And thank you for the wonderful speaker for the night, Mrs. Susan Umen, for your blessed message. And as we reflect on our message and reflect on the message and fellowship here, let us remember the greatest expression of love shown to humanity, especially during this Advent season. Also remember us that let's not forget that we're the letters of Christ. Thank you, Andy, for your wonderful message here. And I would also like to acknowledge and thank you for Regional Secretary Cindy George. Thank you, Jeji, for your committed efforts and constant encouragement. I know it's not an easy job. It takes up a lot of efforts and time. And thank you for your valuable commitment and leadership for wonderful growth of this unit. And a very thanks to all our unit secretaries for your coordination, dedication, and tireless work, because it's not an easy thing to bring together everybody for this meetings and even the church gatherings here. Thank you so much. And finally, it's kind of late at night there, but our dearly beloved parish members, all of us gathered in here. It's a true motivation. Without your support, there's no program would be successfully or completed. And thank you all once again. May God bless us all and continue to guide our Samajam to be a letter of Christ. And thank you. Okay, നമ്മുടെ ലാസ്റ്റ് ക്ലോസിംഗ് പ്രെയർ ആൻഡ് ബെനഡിക്ഷൻ. എവരാണച്ചാ? ഞാനുണ്ട്, ഇവിടെ ഉണ്ട്. അതിനുവേനുണ്ടോ? നമുക്ക് താങ്ക് യു പറഞ്ഞ സൂസനോട് എല്ലാവരുടെയും പേരിൽ പ്രത്യേക താങ്ക്സ്. എല്ലാ അച്ഛന്മാരോടും സെക്രട്ടറി സിനിയോട്, റീജിയണൽ സെക്രട്ടറിമാരോട്, എല്ലാ പ്രിയ സഹോദരങ്ങളോടും താങ്ക് യു സോ മച്ച് ഫോർ പ്രസൻസ് ആൻഡ് പ്രേയേഴ്സ്. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം അവരോടുകൂടി നമ്മുടെ എല്ലാ പ്രവർത്തനോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. താങ്ക് യു തിരുമേനി. വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.